ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സാംസങ് ഗാലക്സി S23യുടെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. ആ ഫീച്ചർ നിങ്ങളുടെ അടുത്ത് സാംസങ് ഗാലക്സി S23 ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗാലറിയിൽ പോവുക. ഗാലറിയിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പഴയ ആൽബത്തിന് വല്ലതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്യുക. സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളറൈസിൻ്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പോൾ ആ കളറൈസിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ആപ്ലിക്കേഷനും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോട്ടോ കളർഫുള്ളാക്കി തരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതായിരുന്നു മുമ്പത്തെ ഫോട്ടോ, ഇതായിരുന്നു കളറൈസ് ചെയ്തുള്ള ഫോട്ടോ. കണ്ടില്ലേ, നല്ല വ്യത്യാസം കാണാനില്ലേ? അപ്പോൾ ഇതുമാതിരി നമുക്ക് ഗാലറിയിൽ പോയി ഇങ്ങനത്തെ ഓപ്ഷൻ കാണാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S21 FEയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ കിട്ടില്ല, പക്ഷേ S23യിൽ ഉണ്ട് ഈ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ചിന് വേണ്ടിയിട്ട് അറിയുണ്ടാവും. One UI 6.1 വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് S21 FEയിലൊന്നും കിട്ടാൻ പോലില്ല, പക്ഷേ S23 FE തൊട്ട് എല്ലാ ഫോണിലേക്കും ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം അറിയണതാണ്. ഇത് നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സർക്കിൾ ടു സെർച്ച്, നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ സർക്കിൾ ടു സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കും എന്താണ് വേണ്ടത്, അതിൻ്റെ അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ വല്ലതും ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ ടു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് വരുന്നതാണ്. പക്ഷേ സർക്കിൾ ടു സെർച്ചിൽ ഞാൻ ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേറെ ഒരു യൂസ് ഉണ്ട് ഇതിൽ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ വല്ലതും എടുക്കുകയെന്ന് വെച്ചാൽ യൂട്യൂബിലത്തെ ടൈറ്റിലോ ക്യാപ്ഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലത്തെ ടാഗ്സോ ടൈറ്റിലോ വല്ലതും കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുകയാണ് യൂട്യൂബിൽ. അപ്പോൾ ഞാനിവിടെ ലോങ് പ്രസ് ചെയ്യാണ് സർക്കിൾ ടു സെർച്ച് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സർക്കിൾ ടു സെർച്ച് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യണം. സാധാരണ ആണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം ടെക്സ്റ്റ് എനിക്ക് കോപ്പി ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഗുഡ് ലോക്ക് നിങ്ങൾക്ക് ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ടെറസ് മേക്കപ്പ് ലൈഫ് അപ്പ് ഉണ്ടാവും. ഇപ്പോൾ ലൈഫ് അപ്പിൽ പോവുക. ലൈഫ് അപ്പിൽ പോയി കഴിഞ്ഞിട്ട് ക്യാമറ അസിസ്റ്റൻ്റ് ഉണ്ടാവും. ക്യാമറ അസിസ്റ്റൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് 2x ക്രോപ്പ് സൂം ഷോർട്ട് കട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഓണാക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഓണാക്കി വെക്കാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഫോട്ടോയിൽ പോകുമ്പോൾ 1.6 1x 3x ആണ്. എക്സ്ട്രാ 2x വേണമെങ്കിൽ നമുക്കിവിടെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, എക്സ്ട്രാ ഒരു 2x ഓപ്ഷൻ ഇവിടെ കാണാനുണ്ട്. അതേമാതിരി വേറെ നമുക്ക് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വരുമ്പോൾ ഹൈ റെസൊല്യൂഷൻ സെറ്റിങ്സ്, ഇത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിൽ. ഇത് ഓണാക്കി വയ്ക്കുക. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര സൂം ചെയ്ത് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ കുറയില്ല. അപ്പോൾ കുറച്ച് ക്ലിയറായി ഫോട്ടോസാകും കിട്ടുക. അപ്പോൾ ഇതൊന്ന് ഓണാക്കി വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മേക്കപ്പിൻ്റെ അവിടെ ക്ലോക്ക് ഫേസ് ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഓപ്ഷൻ കിട്ടും, സ്റ്റുഡിയോ മൈ ക്ലോക്ക് ഫേസ്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ഫേസസ് ഉണ്ടാവുമല്ലോ, ഗാലക്സി വാച്ചിൽ വാച്ച് ഫേസസ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി മൈ ക്ലോക്ക് പറഞ്ഞാൽ ക്രിയേറ്റ് ന്യൂവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചുള്ള ക്ലോക്ക് ഫേസ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം, പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ലോക്ക് സ്ക്രീനിൽ. അതേമാതിരി ഫേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടൈപ്പ് ഓഫ് വാച്ച് ഫേസസ് കിട്ടുന്നതാണ്. അതിലത്തെ ഏതാണ് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഫീച്ചർ പറയുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ പോവുക. ലോക്ക് സ്ക്രീനിൽ പോയിട്ട് ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് വയ്ക്കണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വയ്ക്കും. ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, വിഡ്ജറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ വിഡ്ജറ്റ്സ് വയ്ക്കില്ല. അത് നിങ്ങൾക്ക് ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാറ്ററി, കലണ്ടർ, ക്ലോക്ക്, റിമൈൻഡർ, സാംസങ് ഹെൽത്ത്, വെതർ, ഇത് ഏത് വിഡ്ജറ്റാണ് വെക്കേണ്ടത് ലോക്ക് സ്ക്രീനിൽ നമുക്ക് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബാറ്ററിയിൽ പോയി കഴിഞ്ഞാൽ ബാറ്ററി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സാംസങ് ഹെൽത്തിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്സ് ക്ലിക്ക് ചെയ്തു. അതേമാതിരി വെതറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സൺസെറ്റ് ആൻഡ് സൺറൈസ്, അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ ബാറ്ററി കാണാണ്ട്
സാംസങ് ഹെൽത്തിൻ്റെ ഇത് കാണാനുണ്ട്, പിന്നെ സൺസെറ്റും സൺറൈസിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ലോക്ക് സ്ക്രീനിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ ഉണ്ടാവും. വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിൽ പോയി കഴിഞ്ഞിട്ട് ചേഞ്ച് വാൾപേപ്പേഴ്സിൽ കൊടുക്കുക. ചേഞ്ച് വാൾപേപ്പേഴ്സിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സാണ് ക്രിയേറ്റ് ചെയ്ത് തരിക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ സംതിങ് ആവും കാണിക്കുക. ഇപ്പോൾ ഞാൻ നൈറ്റ് സെലക്ട് ചെയ്യണം. നൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്രേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രേയിൽ ഇൻഡിഗോ, ബ്ലൂ, സിയാൻ, ടീൽ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇതിൽ ബീച്ച്, റിവർ, ഫോഗി ഇതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഐസിൽ പോയി കഴിഞ്ഞാൽ വേവ്സ് ക്ലിക്ക് ചെയ്യുക, പിന്നെ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചുള്ളത് AI വാൾപേപ്പർ ഇത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ എന്തൊക്കെ AI ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അഡ്വാൻസ് ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് അതുണ്ടാവും. ഇപ്പോൾ ഫോൺ, സാംസങ് കീബോർഡ് ഇൻ്റർപ്രറ്റർ, സാംസങ് നോട്ട്സ്, വോയിസ് റെക്കോർഡർ, സാംസങ് ഇൻ്റർനെറ്റ്, ഫോട്ടോ എഡിറ്റർ. പിന്നെ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഫോൺ നോക്കുകയെന്ന് വെച്ചാൽ റിയൽ ടൈമിൽ നമുക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷ് അറിയണ ഒരാളാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഫ്രഞ്ചോ ഇല്ലെങ്കിൽ ജാപ്പനീസോ ചൈനീസോ ഇല്ലെങ്കിൽ ഹിന്ദി അറിയണ ഒരാളാണെങ്കിൽ റിയൽ ടൈമിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് റിയൽ ടൈമിൽ അത് ജാപ്പനീസിലോ ഫ്രഞ്ചിലോ ഹിന്ദിയിലോ അത് ട്രാൻസ്ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതേമാതിരി അവർ നമ്മളോട് സംസാരിക്കുന്നത് റിയൽ ടൈമിൽ നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾ പുറം രാജ്യത്തേക്കൊക്കെ വല്ലതും പോകാന്ന് വെച്ചാൽ നല്ലൊരു ഫീച്ചറാണത്. അതേമാതിരി സാംസങ് കീബോർഡ് ചേഞ്ച് ദ ടോൺ ഓഫ് യുവർ റൈറ്റിംഗ് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. സാംസങ് കീബോർഡ് ഓപ്പൺ ചെയ്യുക. സാംസങ് കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ലൈക്ക് ഐസ് നോട്ട് കെയിം ടു പാർട്ടി. ഇതൊരു തെറ്റായ ഇംഗ്ലീഷാണ്, ഗ്രാമറൊക്കെ തെറ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ AIൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ഡിഡ് നോട്ട് കം ടു ദ പാർട്ടി കണ്ടില്ലേ, അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ തെറ്റായ ഇംഗ്ലീഷ് എഴുതിയാലും അത് കറക്റ്റായിട്ട് ഗ്രാമറിൽ ശരിയാക്കിയിട്ട് നമുക്ക് എഴുതി തരും. അതേമാതിരി നമുക്ക് പ്രൊഫഷണൽ ടൈപ്പ്, കാഷ്വൽ ടൈപ്പൊക്കെ നമുക്ക് ഇത് എഴുതണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതേമാതിരി AIൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിംഗ് സ്റ്റൈലിൽ പോവുക. നമുക്ക് ഒറിജിനലാണ് പ്രൊഫഷണൽ കണ്ടില്ലേ. I regret to inform you that I was unable to attend the event. Casual, I wasn't at the party. Social, polite, മോജിഫൈ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൊഫഷണൽ ടൈപ്പ് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അത് അയക്കാൻ പറ്റും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്ത് സാംസങ് ഗാലക്സി S23 ഉണ്ടെങ്കിൽ. അതേമാതിരി അടുത്ത ഫീച്ചറാണ് ഇൻ്റർപ്രറ്റർ. നമ്മുടെ കൺട്രോൾ സെൻറ്റർ ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർപ്രറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കാണാനുണ്ടാവും. കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ പെൻസിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഇൻ്റർപ്രറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ഞാൻ മാനുവലി ഇവിടെ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ അതുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് പോവുകയാണ്. ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഇൻ്റർപ്രറ്ററിൻ്റെ ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഹിന്ദിയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ കുറച്ച് സംസാരിക്കുക, അത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്. ഓക്കെ, तो हाय गाइस, आज की वीडियो में मैं सैमसंग गैलेक्सी S23 का एक लॉन्ग टर्म रिव्यू करने वाला हूँ. So hi guys, is going to do a long term review of Samsung in today's video. Galaxy S23. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷിൽ അതേമാതിരി ചെയ്യാൻ പറ്റും. അതേമാതിരി താഴത്ത് ഹിന്ദി ആക്കി മുകളിൽ ഇംഗ്ലീഷ് ആക്കി. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് കാണിച്ചു തരാം. So hi guys, in this video I'm gonna talk about Samsung Galaxy S23 and it's gonna be a long term review. तो इस वीडियो में हाय दोस्तों, मैं Samsung Galaxy 10 शीलिंग 3 के बारे में बात करने वाला हूँ और यह एक दीर्घकालिक समीक्षा होने वाला है. അപ്പോൾ ഇതുമാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫണ്ണാണ് യൂസ് ചെയ്യാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പേജ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ വലുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ മടിയുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് തരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ് Galaxy S23യുടെ ഒരു ലോങ് ടേം റിവ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അത് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റാർ മീൻസ് അതിൻ്റെ ഒരു ഓപ്ഷൻ കാണാണ്ട് ഇവിടെയും അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഹിന്ദിയിൽ വേണോ അങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാംഗ്വേജിലാണ് വേണ്ടത് അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സമ്മറൈസ് വേണമെങ്കിൽ സമ്മറൈസിൽ കൊടുക്കുക. അപ്പോൾ സമ്മറൈസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ഫോമിൽ ഈ വെബ്സൈറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണിക്കും. കണ്ടില്ലേ, ഇത്ര ചെറിയൊരു പാരഗ്രാഫ് നമുക്ക് വായിച്ചാൽ മതി. അപ്പോൾ ഈ വെബ്സൈറ്റ് മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സാംസങ് Galaxy S23 ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്